ഇതെന്നാ അപ്പൂപ്പനോ? ഇതെന്നാ ക്രിസ്മസ് അപ്പൂപ്പനോ? കൊണ്ടുപോരുത്. ഇങ്ങനെ പിടി. എന്റെ അമ്മേ, എന്റെ വണ്ടിയൊക്കെ നോക്കിയേ. എന്റെ വണ്ടി നോക്കിയേ, ഫുള്ള് മഞ്ഞ. ഇത് അല്ല ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ചൈനയിലെ നമ്മുടെ അടുത്ത ദിവസമാണ്. ഗൈസ് നോക്കൂ, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു നല്ല വെയിൽ കിട്ടി. ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ വെയിൽ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ്. കാരണം ഭയങ്കര ചൂടാണ്. ഇവിടെ നേരെ ഉൾട്ടയാണ്, തണുപ്പ് കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, ഒന്ന് ചൂട് കിട്ടണേ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. പിന്നെ കുറേ പേരെ കമന്റ് കണ്ടു. ഗൈസ് നോക്കൂ, കുറേ പേരെ കമന്റ് കണ്ടു. ഞാൻ ലിപ്സ്റ്റിക്ക് തേച്ചേക്കാം. ലിപ്സ്റ്റിക് അല്ല, ഇത് ലിപ് ബാം ആണ് നിവ്യയുടെ. ഇത് സ്ട്രോബെറി ഫ്ലേവർ. അത് കിട്ടിയപ്പോൾ അങ്ങ് മേടിച്ചാണ്, അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് സംഭവം. ഗൈസ് നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം കൊടും ചൂട്, ഇവിടെ കൊടും തണുപ്പാണ്. അതായത് നമ്മുടെ സെയിം ലൈക്ക് ഓഫ് അരുണാചൽ ലഡാക്ക് പാർട്ടിന്റെ മറ്റൊരു ഇതാണ് ഈ ടിബറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നാളെ കഴിഞ്ഞോടുകൂടി നമ്മൾ അങ്ങനെ ചൈനയിലേക്ക് എൻ്റർ ചെയ്യും. അത് ടിബറ്റ് വേറെ റീജൻറ്റും, അതേ കൾച്ചറിൽ വളരെ വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ ചൈന കൾച്ചറിൽ വേറെ വ്യത്യാസമുണ്ട്. ഗൈസ് നോക്കൂ, നാളെ കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഗൈഡ് ടാൻസി നമ്മളോട് വീട് പറഞ്ഞു. പിന്നെ ഷെയർലി ആയിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ട്. തൊട്ടപ്പുറത്ത് നല്ല തണുപ്പാണ്. പക്ഷെ ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നല്ല ചൂടായതുകൊണ്ട് ഉച്ചയിൽ വെയിലടിക്കുന്ന കാരണം ഞങ്ങൾ ഉച്ചയിൽ തന്നെ വന്ന് നിന്നു. എന്റെ കാല് രണ്ടും മരച്ചു കേട്ടോ. നിന്റെയോടാ? എന്റെ മരിച്ചവനെ. നിന്റെ കാല് മരിച്ചോ? പിന്നെ നരച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല. ആ പൊട്ടിയ ഭാഗത്ത് ഇപ്പം വേദന പോലും അറിയാം. എന്റെ ലിപ്പിന്റെ രണ്ട് വശവും വിണ്ട് കയറി കേട്ടോ. കാലിന്റെയും ബേക്ക് ഭാഗം അത് വലിയൊരു അബദ്ധമായി പോയി. ഗൈസ് നോക്കൂ, നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു ഭാഗം കിടിലൻ പ്ലേസ് എന്ന് വെച്ചാൽ കിടിലൻ പ്ലേസ് ആണ്. അതായത് ഈ കാണുന്നേ, നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് ഒരു ലേക്ക് ഫ്രീസായി കിടക്കുന്ന കേട്ടോ. ഞങ്ങൾ ഈ കാണുന്ന വഴി കൂടിയാണ് നേരെ ഫ്രണ്ടിലേക്ക് പോകേണ്ടത്. അപ്പം ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി കണ്ടോ. ഇങ്ങോട്ട് വന്നാൽ നല്ല കാറ്റായി. മൈക്ക് വെച്ചാക്കുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് അത്ര അങ്ങോട്ട് മനസ്സിലാകത്തില്ലെന്നേ ഉള്ളൂ. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ് അല്ല ലിപിയ? രക്ഷയില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോ എന്നടാ കാറ്റും കൊണ്ട് രക്ഷയില്ല. എങ്ങനെ അറിയാന്നുള്ള ലേക്ക് നോക്കി അറിയാൻ പറ്റും. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ലേക്ക് ഫുള്ള് ഫ്രീസ് ആട്ടോ. ഫ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം മരച്ച് വിറച്ച് പോയി. ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് റെഡിയാണ്. നമ്മൾ പണ്ട് അരുണാചൽ പ്രദേശ് ചൈനയുടെ ഒരു ബോർഡറിൽ അന്നൊരു മിലിറ്ററി ക്യാമ്പുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഇതേപോലത്തെ സെയിം പാങ്കോങ് അല്ല പാങ്കോങ് ലഡാക്ക് റീജിയനില്ല ആണോ? നമ്മൾ അന്ന് ഇതേപോലത്തെ ലേക്ക് പോയി ഓർക്കുന്നതാണ്. അത് തന്നെ, ഇതേ വണ്ടി. ഗൈസ് നോക്കൂ, അത് തന്നെ കേട്ടോ. നമ്മുടെ ഈ ഫോണൊക്കെ ഈ കുലുങ്ങുന്നത് കാറ്റ് നമ്മളിങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ വലയ്ക്കുവാട്ടോ. അത് അത്ര സ്പീഡിലാണ് വിൻഡ് അടിക്കുന്നത്. ശരിക്കും പാടുപെടും. ഇന്ന് എന്തായാലും സ്ലീപ്പിംഗ് ബാഗ് കൊടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഓക്സിജൻ മാസ്ക് അടിക്കേണ്ടി വരും. അങ്ങനെ കുറേ പ്രതിസന്ധികളുണ്ടാവും ഇന്ന്. അതിനെല്ലാം തരണം ചെയ്തു വേണം ഇന്ന് നമുക്ക് കിടന്നുറങ്ങാൻ. നമുക്ക് വണ്ടി ഇന്ന് ഓഫ് ആക്കാൻ പറ്റൂല. ഇന്നത്തോടുകൂടി കഴിഞ്ഞു. ഇന്നത്തോടുകൂടി ഹൈ ആൾട്ടിറ്റ്യൂഡ് സംഭവങ്ങൾ കഴിഞ്ഞു. ആ കാലമാട് നീ ഹൈ ആൾട്ടിറ്റ്യൂഡ് കൊണ്ടാകാൻ താഴെ ഇത് നമുക്ക് ഓൾറെഡി തന്നതാണ്. പിന്നെ നമ്മുടെ ട്രിപ്പിന്റെ റൂട്ടും സംഭവങ്ങളൊക്കെ നമുക്ക് രണ്ടാഴ്ച മുമ്പേ നമുക്ക് തന്നതാണ്. കൈ പിടിക്കാൻ പറ്റുന്നില്ലേ? ഫോൺ പിടിക്കുന്ന കൈ മരവിക്കുക കേട്ടോ. 5 മിനിറ്റ് ഞാൻ ആ താഴോട്ട് പോയി നിന്നതും എന്നെ ശ്വാസം മുട്ടുന്നത് അടിക്കാൻ തുടങ്ങി കേട്ടോ. ആറ്റിറ്റ്യൂഡ് സിഗ്നൽ അല്ലടാ, സിഗ്നൽസ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അബദ്ധം പറ്റാറുണ്ട്. അതായത് നമ്മൾ വാഹനം ഓടിക്കേണ്ടത് ഈ സൈഡിൽ കൂടിയാണ് ചൈനയിൽ. അതെപ്പോഴും നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി പവറൊക്കെയാണ് ഈ പോകുന്നത്. നാളെ കഴിഞ്ഞ് മുതൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയ കാഴ്ചകളായിരിക്കും നമ്മൾ. നമുക്ക് മരുഭൂമി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഡെസേർട്ട് ഉണ്ട് കേട്ടോ, ഡെസേർട്ട് ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ ആൾക്കാരൊക്കെ ടോയ്ലറ്റിൽ പോകുന്നത് പുറത്താട്ടോ. അതായത് ഈ കാണുന്ന തുറസായ സ്ഥലങ്ങളാണ്. ഞാൻ കുറേ കണ്ടു. ട്രക്ക് ഡ്രൈവേഴ്സ്, പിന്നെ അതുപോലെ ലോക്കലായ ആൾക്കാർ, പിന്നെ നമ്മുടെ അടുത്ത് വന്ന 2-3 പേരൊക്കെ പോയത് പുറത്താണ്. സ്ഥിരമായിട്ട് ആൾക്കാർ പുറത്താണ്. ആരും ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ടോയ്ലറ്റൊക്കെ വളരെ വൃത്തിഹീനമാണ്. നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയിലെ ടോയ്ലറ്റ് ഒന്നും അത് വെച്ച് നോക്കാൻ നേരത്ത് ഒന്നുമല്ല. പമ്പിലാണ് വെള്ളം ഒഴിച്ചെങ്കിൽ പോകും. ഇവിടെ അതുപോലും പറ്റൂല. നോക്കൂ, അതായത് പറയുമ്പോ എനിക്ക് ശ്രദ്ധിക്കാൻ വരും. പറയുമ്പോൾ ശ്രദ്ധിക്കാൻ വരും കേട്ടോ. അങ്ങനെയാണ്. ഞാനത് കാരണം അവിടെ പോകൂല. പോയാൽ തന്നെ കണ്ണടച്ച് പോകും. അത് കഴിച്ച് നോക്കും. ഞങ്ങൾ പമ്പാണ് ഇവിടെ നമുക്ക് പറ്റിയത് ഏറ്റവും നല്ലത്. ഈ ഗവൺമെന്റിന്റെ ഒരു പമ്പുണ്ട്, അങ്ങനത്തെ അങ്ങനെ പേര്. അവിടെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ കാണുന്ന വഴി കൂടിയാണ് നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. പെട്ടെന്ന് ഇങ്ങനെ കുഴിയും സംഭവങ്ങളാണ്. പരിചയമില്ലാത്ത റോഡായതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഈ കാണുന്ന ഇങ്ങനെ നീളത്തിൽ റോഡ് കൊടുക്കും. നല്ല രസമൊക്കെ ആയിരിക്കും കാണാൻ. പക്ഷെ അപകടം ഒളിഞ്ഞിരിക്കുന്ന റോഡാണ്. പക്ഷെ ഇത് ടേബിൾ ടോപ്പ് റോഡ്. അവനെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇവിടുന്ന് വണ്ടി പോയാൽ പോയതാട്ടോ. പിന്നെ നമ്മള്
തല ടയറും ചുമന്ന് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. കാണുന്നുണ്ടല്ലോ ടിബറ്റ് മേഖലയിൽ നിന്നുള്ള സ്ക്രാപ്പ് വണ്ടികൾ പിന്നെ ഷാങ്കായി, ബീജിങ് അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്നാണ്. ഇത് ഫുള്ള് സ്ക്രാപ്പ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ കൊണ്ട് എന്തെങ്കിലും പരിപാടിയോ അല്ലെങ്കിൽ മറ്റേ ഗുജിനി പരിപാടിയോ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇഷ്ടംപോലെ വണ്ടികൾ കാണാൻ ഗൈസ് നോക്ക്. പിന്നെ ഇതിൽ 2 രീതിയുണ്ട് കേട്ടോ. ഇവിടെ കിട്ടുന്ന ഫൈനുകൾ അടച്ചില്ല, കുറെ ഫൈനുകളൊക്കെ ആയെങ്കിൽ ഇവർ സീൽ ചെയ്ത് ഇതേപോലെ സ്ക്രാപ്പ് ചെയ്ത് കളയും. കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ വണ്ടിയുടെ AC എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ തൊട്ടിട്ടില്ല കേട്ടോ. നമ്മുടെ വണ്ടിക്കകത്ത് മറ്റേ പിന്നെ നമ്മൾ കളക്ട് ചെയ്ത് വെള്ളമൊക്കെ ഇല്ലല്ലോ, അതൊക്കെ ഫ്രീസ് ആയിട്ടുണ്ടോ. ട്രക്കുകാർ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി അവിടെ ട്രക്കിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ പറ്റി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിർത്തി വിട്ടോ. ഇതൊന്ന് ടയർ ഊരുന്നോ അല്ലെ എണ്ണ ഊറ്റുന്നോ രണ്ടിലേലൊന്നാണ്. 2-3 ട്രക്കുണ്ടോ എന്തോ മെയിൻ്റെനൻസ് പരിപാടിക്കാണ്ട് നിർത്തിയാക്കണം. സാധ്യമായിട്ടോ ജീവിതത്തിൽ കയറ്റം ഇറക്കമുള്ള റെയിൽവേ പാത കാണുന്നത്. നോക്കിയേ സ്റ്റേറ്റ് അല്ല ഇവിടെ, ശരിയാണല്ലോ, ഫുള്ള് കയറ്റം ഇറക്കമാണ് ഇതിനകത്ത്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്, നല്ല രീതിയിൽ കാറ്റുമുണ്ട്. ഇപ്പോൾ അറിയാം നമ്മുടെ മൈക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ വണ്ടി നിർത്തി കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടി നിർത്തി. ലിബി അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടു കേട്ടോ. കിട്ടിയില്ല സ്ഥലം എന്ന് വെച്ചാൽ കിട്ടിയില്ല സ്ഥലം കേട്ടോ. അതായത് ഈ കാണുന്നുണ്ടല്ലോ ഒരു ലേക്ക് ഫ്രീസ് ആയിരിക്കുന്ന കേട്ടോ. അത് ഒഴുകുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രീസും ആയിട്ടുണ്ട്. 2 തരത്തിലാണ്. ഇതുണ്ടോ അതിന്റെ അകത്ത് വേറെ കാര്യം നോക്കിയ നീ, അതിനകത്ത് കിളി കുളിക്കുന്നുണ്ടോ? ഉമ്മാർക്കൊന്നും വേറെ പണിയില്ല, കയറി പോകാനുള്ള. ശരിയാട്ടോ നീ പറഞ്ഞ. എങ്ങനെ കുളിക്കുന്നുണ്ടോ ഈ തണുപ്പില്? നമ്മൾ ചാടി കഴിഞ്ഞാൽ നമ്മൾ തീർന്നെന്ന് കൂട്ടിയാൽ മതി കേട്ടോ. വേറെ ഒന്നും ചിന്തിക്കണ്ട, നമ്മൾ തീർന്നു. പിന്നെ നേരത്തെ നമ്മൾ ബാത്റൂമിൽ പോകാൻ നേരത്തെ എന്ത് മോൻ കഴിയാൻ നേരത്തെ ആദ്യം നമ്മുടെ ഇത്ര കയ്യിൽ വെള്ളം ഒഴിക്കുക. കൈ വെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം മുഖത്ത് ഇച്ചിരി പറ്റിക്കുക. എന്നിട്ട് ഒരിക്കലും ഇവിടുന്ന് ദേഹോ കൈയോ എന്തും കഴുകുള്ളൂ. അല്ലെ പെട്ടെന്ന് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൈസ് നോക്കി, ഇവിടെയൊക്കെ നല്ല കീട്ടിലൻ മഞ്ഞുമലയാട്ടോ. നോക്കിയേ ഗൈസ്, ഇനിയിപ്പം നമുക്ക് കിട്ടത്തില്ല, നാളെയും കൂടെ ഇത് കാണാൻ പറ്റുള്ളൂ. നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇതുണ്ടോ ഈ കാണുന്ന ഫ്രീസ് ചെയ്ത് കിടക്കുന്ന ഈ കാണുന്ന ഒരു വരമ്പ് പോലെ ഈ കാണുന്ന റെയിൽവേ ട്രാക്ക് ആട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ സെയിം സംഭവമാണ്. ആ സെയിം സംഭവം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇത് റെയിൽവേ ആട്ടോ പോകുന്നത്. തൊട്ടിപ്പുറത്തൂടെ പിന്നെ റോഡും അതേപോലെ തന്നെ ഇതിലെ റെയിൽവേ ആണ് പോകുന്നത്. ഇതെന്തായാലും കളിക്കും, നല്ല രസം കേട്ടോ. അതായത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സുഗുണന്മാരെയും സുഗുണത്തുകളെയും ആരെയും ഞങ്ങൾ കാണുന്നില്ല. എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ഈ സ്ഥലം കാണുമ്പോൾ ഓരോ സ്ഥലം കാണുമ്പോൾ ഞങ്ങൾ നിർത്തുന്നിട്ട് വീഡിയോ എടുക്കും. അതിൽ സായിപ്പ് നിർത്തുന്നിട്ട് അയാൾ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോട്ടോ. എന്നിട്ട് അയാൾ തൊട്ടപ്പുറം ചെന്ന് പിന്നെ ടാൻസിയോട് പറയും, that guy is stopping more time late എന്ന് പറയും കേട്ടോ. ഒരു ട്രക്ക് പോയി പോക്ക് നോക്കിയേ. എൻ്റെ പൊന്നെ, സായിപ്പിന് അങ്ങനത്തെ ഒരു സുഖം കേട്ടോ. അതുകൊണ്ടാണ് സായിപ്പായിട്ട് ഞങ്ങൾ വലിയ ഇതിന് നിൽക്കാതെ. അല്ലേ പിന്നെ നമ്മള് ടാൻസിയായിട്ട് സെറ്റപ്പ് ഉള്ള കാരണം കുഴപ്പമില്ല. അതെ, അയാൾ പറഞ്ഞാലും നമ്മളോടും പറഞ്ഞു തരും അല്ലേ. നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും ഈ ഒരു കിട്ടിയില്ല സ്ഥലത്തും നമ്മൾ വണ്ടി എടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് പോകണം. നല്ല രസമായിട്ട്, നല്ല ഫീലിംഗ് ആണ്. ഈ കാണുന്ന മലയിലൊക്കെ ഒറ്റയും പറ്റൊക്കെ ആയിട്ട് മഞ്ഞുണ്ട്. ഇങ്ങനെ മഞ്ഞാണ് രാവിലെ, ഇവിടെ മഞ്ഞാണ്, വൈകിട്ടാമത് ഉരുകും. ഇവിടെ മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. നമുക്ക് നാളെയൊക്കെ നല്ല രീതിയിൽ മാസം ആലോചിച്ച് നോക്കിയാൽ മെയ് നമ്മുടെ നാട്ടിലൊക്കെ ഏപ്രിലോട് തീരും. മഞ്ഞ് പറ്റി വണ്ടി കയറ്റി വിടുന്ന സമയം. പക്ഷെ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം എല്ലാ രാജ്യത്തും വന്നു. ഈ ആകാശം തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ. അതായത് കടിച്ചു തിന്നാൻ തോന്നുമല്ലേടാ, പഞ്ഞിമുട്ടുണ്ടല്ലോ അതേപോലെ. ആകാശത്തിന് മാത്രം കാലാവസ്ഥ വ്യതിയാനം വന്നില്ല. ഇനി അങ്ങോട്ട് നല്ലതാണ്. ഇപ്പൊ ഞങ്ങളെ കൊണ്ട് ഇവിടെ ഒരു 5 മിനിറ്റുള്ളിൽ ഇനി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ചുവന്നുകൊണ്ട് കൊണ്ടുവരും കേട്ടോ. നമുക്കിവിടെ ഒരു നമ്പർ പ്ലേറ്റും പിന്നെ ഒരു ലൈസൻസും ഉള്ളൂ. അതിവരുടെ സിസ്റ്റത്തിലൊന്നും ഇല്ല എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. എല്ലാവരും പേരിന് ലാഭമൊന്നും കിട്ടിയില്ലേ എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അതേ സാധനം ഞങ്ങളുടെ അടുത്ത് ഒളിപ്പിച്ചു, അത് വേറെ കാര്യം. കൈസി കാണുന്ന വഴി കൂടിയാണ് നമ്മൾ നേരെ ഫ്രണ്ടിൽ പോകുന്നത്. നമ്മുടെ വണ്ടി ഇപ്പൊ എടുക്കൂലേ കേട്ടോ. വണ്ടി വണ്ടിയുടെ ഡീസലും അതേപോലെ ഓയിലും കട്ട പിടിക്കും പെട്ടെന്ന്. ഞങ്ങള് ഒരു 3-4 മണിക്കൂർ വണ്ടി ഓഫ് ആക്കിയിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ആക്കിയിടും. ഒരു യാത്ര കുറെ അധികം ആളുകൾ സ്വപ്നം കണ്ട് നടക്കുന്നതാണ് അല്ലേ ലിബിയ? അതെ, എല്ലാരും സ്വപ്നം കണ്ട് നടക്കുന്ന യാത്രയാണ്. കൂടുതൽ പേർക്ക് ഇത് യാത്ര പോകണമെന്ന് ഭയങ്കര താല്പര്യമുള്ള റൂട്ടാണ്. ഇതേപോലെയാണ് പാകിസ്ഥാനും അതേപോലെയാണ്. എന്നെ അടിച്ചു ഗൈസ്. അതായത് നമുക്ക് മ്യാൻമർ വഴി ഇനി യാത്ര ചെയ്യൽ അത്ര എളുപ്പമല്ല. അപ്പം നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും വണ്ടി ഓടിച്ച് മലേഷ്യ വഴി ഇന്തോനേഷ്യ വരെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചൈന വഴി നിങ്ങൾക്ക് ലാവോസ് വഴി പോകാവുന്നതാണ്. അങ്ങനെ റൂട്ടുണ്ട്. ഞങ്ങൾക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും വണ്ടി ഓടിച്ച് നിങ്ങൾക്ക് പോകണമെങ്കിൽ 2 ഓപ്ഷനാണ്. ഒന്ന് പാകിസ്ഥാൻ വഴിയും ഒന്ന് ചൈന വഴി. അതിൽ പാകിസ്ഥാൻ നമുക്ക് 3 ദിവസത്തെ വിസ തരുള്ളൂ, മൾട്ടിപ്പിൾ എൻട്രി ഇല്ല. അപ്പോൾ ആ കാര്യം നടക്കില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇനിയുള്ള ചൈനയാണ്. ചൈനയിൽ നമുക്ക് വണ്ടി ഓടിച്ച് ഇതുപോലെ പോകാൻ പറ്റും. കുറേ ആൾക്കാരുടെ ആഗ്രഹമാണ് ഇത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അതിനോട് ശ്രമിക്കണം. എന്നത് ഒരു ചൈനീസ് ട്രക്കാണ്. ഒന്നിൽ അത് CNG അല്ല ഗ്യാസ്, അല്ലെങ്കിൽ അത് വേറെന്ത് എനർജി. ഇതിൽ ഏതിലോ ഒന്നിലോ ഓടുന്ന കേട്ടോ. എന്തായിരിക്കും ലിബി? ഹൈഡ്രജൻ ആണോ ഇത്? ഹൈഡ്രജൻ ആണോ? ഞാൻ കുറേ ഈ സംഭവം ഹൈഡ്രജൻ
ഉറപ്പാണോടാ? ഉറപ്പാത്. ഗൈസ് നോക്കൂ, ഞങ്ങളെ വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ച കേട്ടോ. നോക്കിയേ, എൻ്റെ പൊന്നും കുരിശ് മുത്തപ്പ, ഒരു ലേക്ക് മൊത്തം ഫ്രീസായി പോയതാട്ടി കാണണേ. എന്നുള്ളൂ അത് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴെ പോയി. നോക്കിയേ, അടിപൊളി. നോക്കിയാൽ പീസായിട്ട് താഴെ കിടക്കുന്ന നോക്കിയേ. ഇത് കൊള്ളാലോ പരിപാടി. ഗൈസ് ഇവിടെ നല്ല മൈനസ് ആട്ടോ, ഇത് കിളിവാർന്ന പരിപാടിയാണ്. അങ്ങനെ വിചാരിച്ച പോലത്തെ പരിപാടിയൊന്നും അല്ല കേട്ടോ. ഞാനിവർ പറഞ്ഞപ്പോൾ സിമ്പിളാ പരിപാടി എന്നൊക്കെ വിചാരിച്ചു. ഞാനിവിടെ വണ്ടി നിർത്തി, ഇവിടെയാണ് കേട്ടോ വണ്ടി നിർത്തിയത്. ഞാൻ ഡോർ തുറന്നു, ഡോറോടുകൂടി അങ്ങ് പറഞ്ഞു കേട്ടോ. ഇവിടെയുള്ള സ്പീഡ് ലിമിറ്റ് ആകെ നമുക്ക് 50 സ്പീഡ് ലിമിറ്റ്. 50 കൂടുതലില്ല കേട്ടോ. ഞാൻ ഈ കാണുന്ന വണ്ടികളൊക്കെ തോപ്പിച്ച് വന്നാണ്. ഇനി അവരെല്ലാം എന്നെ ഓവർടേക്ക് പോകും. വീണ്ടും ഞാൻ അവരെ ഗുസ്തി കളിക്കണം കേട്ടോ. ഈ കാണുന്ന ഒരു കിട്ടിയുള്ള സ്ഥലം കണ്ടിട്ട് ഞാൻ നിർത്തി കേട്ടോ. ഇതൊക്കെ ഒരു ലേക്കാണ്. ഇതെല്ലാം ഫുള്ള് ഇവിടെയൊക്കെ കച്ചറ ഉണ്ടല്ലോ. നമ്മൾ ഇത്ര നേരം കീച്ചി പറഞ്ഞാണല്ലോ. ഇവിടെയൊക്കെ കച്ചറയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പക്ഷേ ആൾക്കാർ വന്ന് എടുക്കും, സംഭവം എല്ലാം നീറ്റാക്കി എടുക്കും. ഇത് നോക്കിയേ, ഈ കാണുന്ന ഇവിടെയൊക്കെ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. നോക്കിയേ, ഗ്രീസിൻ്റെ ഒക്കെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒടുക്കത്തെ തണുപ്പാണ്. എനിക്ക് 2 മിനിറ്റ് ഞാൻ നിന്നില്ല കേട്ടോ. ആ 2 മിനിറ്റ് നിൽക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടിവേര് ഊരി കേട്ടോ. അടിവേര് ഈ കാണുന്ന സ്ഥലത്ത് വണ്ടി നിർത്തി. അല്ലേ ലിപിനെ? मैं आप क्या ऑर्डर करेगा? मैं एक चाउमीन ऑर्डर करेगा, एग. मेरा वाइफ जो बोलेगा वो करेगा. अभी बैलेंस कितना है पता है? आज कितना है पता? 80 किलोमीटर. 80 है ना? 1.5 hour. रोड बहुत कचरा है ना? है ना? आपका किंग वाइफ. ए राजेश भैया, नहीं, सबका की वाइफ. ना मेरा क्या नहीं. शादी नहीं हुआ. भैया वो क्या बोलेगा? वो पूरा कचरा रोड है ना? കച്ചറ റോഡ് കേട്ടോ. ഗൈസ് നോക്ക്, ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ നിർത്തി. ഇതൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ, ചൈനീസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ ഭക്ഷണം ദിസ് ഈസ് വെരി റിസ്ക്. സം ടൈം ഈസ് ദിസ് ടൈപ്പ് ഓഫ് കമ്മിങ് വെരി റിസ്ക്. നേപ്പാൾ ഫുൾ കച്ചറ, നോ പ്രോബ്ലം. ഗൈസ് നോക്കൂ, അതായത് എല്ലാവരും വാഹനം നിർത്തി, ഞങ്ങളിവിടെ നിർത്തി. വണ്ടി സ്റ്റാർട്ടിങ്ങിലാട്ടോ. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് മാറ്റുന്നില്ല. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുന്ന് കരയേണ്ടി വരും കേട്ടോ. എടാ സുഗുണ, ഇത് പിടിക്കടാ. അതെ, ഇവനെ വേറെ കാര്യം, നീ റഷ്യൻ വണ്ടി ഉണ്ടോ? റഷ്യനല്ല, ഞങ്ങൾക്ക് ഇരുപത് ഞങ്ങൾ ഉണ്ടായാനെ. ഇതാണ് ചൈനീസ് മെനു കേട്ടോ. നമ്മുടെ ഞാൻ എഗ് ഫ്രൈഡ് റൈസ് ഇതാ പറഞ്ഞേക്കുന്നത്. ആണോ? അതിൻ്റെ അകത്തുണ്ടോ? അറിയത്തില്ല. ഇതിന് ഫോട്ടോ ഒന്നും ഇല്ലടാ ലിവിനെ. ഒന്നുമില്ലല്ലേ? ഇവർ ഓർഡർ ചെയ്താക്കുന്ന അടിപൊളി സാധനം എന്ന് പറഞ്ഞു എഗ് റൈസ്. നമുക്ക് ഏതെങ്കിലും കഴിക്കണം കേട്ടോ. ഇതേ ഇഷ്ടംപോലെ ആൾക്കാർ ഇതാ നമ്മുടെ വണ്ടികൾ കണ്ട് വന്നാക്കണം. നോക്കി, ഇതാണ് ചിക്കൻ റൈസ് കേട്ടോ. ഇതിന് കൂടുതൽ പ്യാസും മറ്റു സാധനം ഉണ്ടോ. പപ്പുബായിക്കായി ഓർഡർ സെയിം സെയിം ആണ്. പപ്പുബായിക്ക് ഈ റോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ക്യാ കരേഗാ ഈ റോഡ് മേ? നൈസ്. നോക്കൂ, ഈ കാണുന്നത് ഞങ്ങൾക്ക് വന്ന നൂഡിൽസ് ആണ്. ഇതിനകത്ത് വെള്ളവും മുട്ട, ഭയങ്കര മുട്ട നോട്ടോ. ഞാൻ എന്നിട്ടേ ഈ പുള്ളി കഴിക്കുന്ന അവര് കഴിക്കുന്ന ആ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടോ. അതായിരിക്കും നല്ലത്. അതെന്നെ കാണിക്കുന്നത്. എന്നാടാ ആണോ? പിന്നെ നീ വിച്ച് വൺ പുള്ളി ഓർഡർ ചെയ്ത് സാധനം ലിപിക്ക് കൊടുത്തു കേട്ടോ. അതാ മിക്സ് ചെയ്യടല്ലോ. പിന്നെ കണ്ണടച്ച് കടിച്ചു. അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേറെ. അപ്പൊ ഞാനത് എന്റെ തലയിലാവൂലേ. ഞാൻ എഗ് റൈസ് എന്നാന്ന് മനസ്സിലായില്ലേ? ഇത് റൈസും ഇത് എഗ്ഗും നല്ല മിക്സിങ് അല്ല. ഇതിനത്ര ഉളുമ്പില്ല കേട്ടോ. ഭയങ്കര മുട്ട ഉളുമ്പുണ്ട് കേട്ടോ. എന്നല്ലേ പിന്നെ കൊള്ളാം. സൂപ്പർ. പെട്ടു. അന്ന് രാത്രി എന്ത് ചെയ്യൂടാ? പപ്പു ചിരിക്കുക കേട്ടോ. പപ്പു അത് നിന്നിട്ട് ലീവിന് കൊടുത്തു. ഇതിനകത്ത് മുട്ടക്കകത്തൊക്കെ മധുരം ഇട്ടേക്കും കേട്ടോ. രക്ഷയൊന്നുമില്ല. ഭക്ഷണം കഴിച്ചിറങ്ങി കേട്ടോ. മനുഷ്യൻ്റെ മക്കളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഒരു നേരം കഴിക്കുമ്പം അപ്രോക്സിമേറ്റ് 2 സാധനങ്ങൾക്ക് തന്നെ 58 രൂപ 60 രൂപ ആവും. അതിൻ്റെ നാട്ടിൽ 600-700 രൂപയൊക്കെ ആവും. ലിപിനും കൂടെ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലെത്തി. അത്യാവശ്യം വലുതാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനവും കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതൊക്കെ എന്തൊക്കെ സ്വീറ്റ്സാണ്. ഇതേ ചൈനീസ് സ്വീറ്റ്സ്. ഇതന്നെ സാധനം. ഇതേ മുട്ടായി അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ മേടിക്കണം. പൊട്ടം പൂരപ്പറമ്പിക്ക് നടക്കുന്ന പോലെ നടക്കാതെ മേടിക്കടാ. ഐസ്. ഇതേ മത്തങ്ങ അല്ല തണ്ണിമത്തൻ. നമുക്ക് ലിബി ആപ്പിളും എടുത്തു, പീറും എടുത്തു. ഇത് 2 മതിയോടാ? പോരെ, അത് മതി. നമുക്ക് കഴിച്ചോണ്ട് പോവാം കേട്ടോ. ഇതേ മറ്റേ കൂണ്. ഇതേ ഉരുളക്കിഴങ്ങിനൊക്കെ വലിപ്പം നോക്കി. ഭയങ്കര പൈസ കേട്ടോ. 12 യാനൊക്കെയാണ്. ഇതേ മറ്റേ സാധനം. ഇതെല്ലാം ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. എല്ലാം പോക്കാടാ. പിന്നെ വേറെ എന്നാടാ ഉള്ളത്? വേറെ ഇത് ബനാനൊക്കെ ഷവാ.
നമുക്കൊന്നും വലിയ ക്വാളിറ്റി ഇല്ല, എല്ലാം ചൈനയിൽ നിന്ന് കയറി വരുന്നതാണ്. നോക്കൂ ഫൈനലി ഞങ്ങള് ഫ്രൂട്ട്സും സാധനമൊക്കെ മേടിച്ച് നേരെ തിരിച്ച് വണ്ടി എടുത്തോട്ട് പോവുകയാണ്. എല്ലാവരെയും വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും വണ്ടി കയറി, ഞങ്ങളും വണ്ടി കയറി. പുള്ളി എന്തൊക്കെ ചെയ്യും കേട്ടോ. എന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു. സാധനങ്ങൾ മേടിച്ചില്ലല്ലോ ഭയങ്കര മണ്ടത്തരാട്ടോ. കാരണം പെട്ടെന്ന് ഞാനും വിശന്നിട്ട് നമുക്ക് ഒന്നും കിട്ടാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. വണ്ടിക്കകത്തെല്ലാം സ്റ്റോർ ചെയ്യുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ 2 ഗൈഡുമാർ അടി കൂടുന്നു. അതിനാ അവർ പറയുന്നു ഇവരെ കൊണ്ടുപോകും, അവർ പറയുന്നു അവരെ കൊണ്ടുപോകും. നോക്കൂ ഫൈനലി നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ച് തിരിച്ച് നമ്മൾ ലക്ഷ്യസ്ഥാനത്തോട്ട് പോവാണ്. ഫുള്ള് ഫ്രീസിലേക്ക് അങ്ങോട്ടേക്ക് എത്ര കിലോമീറ്റർ ആയതിലേക്ക് നോക്കിയത് -5 ആയതുകൊണ്ടാട്ടോ ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. രാത്രി ആകുമ്പോഴത്തേക്കും ഫുൾ ഫ്രീസ് ആവും, പകലാകുമ്പോഴത്തേക്കും വീണ്ടും സംഭവം ശരിയാവും കേട്ടോ. ട്രക്കുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോകുന്ന വഴിക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം എന്നാടാ ഓരോ വണ്ടി വരുമ്പോ അവരിങ്ങനെ കിടക്കുന്ന ആൾക്കാര് ശരിയാട്ടോ. ഇത് എന്താണ് സംഭവം? നോക്കൂ നല്ല രീതിയിലുള്ള സ്നോഫോൾ പെയ്ത് തുടങ്ങി കേട്ടോ. ഇത് കൂടിയില്ലേ എന്റെ പൊന്നെ പണി പാളി. ഇതെന്താടാ ഇത് നല്ല രീതിയിലുണ്ട് കേട്ടോ സ്നോഫോള്. ഐസ് നോക്കൂ നമുക്ക് അങ്ങനെ ചൈനയിൽ ആദ്യമായിട്ട് സ്നോഫോൾ കിട്ടി. ലിബി ഇറങ്ങിട്ടാ. ഓക്കെ നോക്കൂ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്നോഫോളാന്ന് തോന്നുന്നു കേട്ടോ. എന്റെ അമ്മോ തീറ് കാറ്റ്. ഓ ഗൈസ് നോക്കൂ എന്റെ അമ്മ സ്നോ നോക്കിയാൽ ഇവിടെ നേരത്തോട്ട് വീട് നോക്കി. ഗൈസ് നോക്കൂ അങ്ങനെ ചൈനയിൽ നമുക്ക് ആദ്യമായിട്ട് എന്ത് കിട്ടില്ല. ഓ ഗൈസ് നോക്കൂ നല്ല രീതിയിലുള്ള സ്നോഫോൾ കേട്ടോ. നല്ല മഞ്ഞെന്ന് വെച്ചാൽ നല്ല മഞ്ഞാണ്. ഓ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ലിബി. ഇതിപ്പോഴെങ്ങാനും പെയ്തു തുടങ്ങി കേട്ടോ. ഞാൻ എന്താ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് സാധനം പെയ്യുന്നത് കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ് സംഭവം പെയ്തോണ്ടിരിക്കും കേട്ടോ. എന്റെ പൊന്നു ലിബി 3 കൊല്ലായി ഒരു സ്നോഫോൾ കിട്ടിയിട്ട് നോക്കി ചറപറ പായു കേട്ടോ. എന്റെ നോക്കൂ അതായതുണ്ടല്ലോ ഈ കാണുന്ന നമ്മള് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് അത്ര വലിയ ദൂരമില്ല. ആ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോഴാണ് നോക്കട്ടെ ഓരോ ട്രക്ക് നോക്കിയേ ആ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള സ്നോഫോൾ കിട്ടി. ഓ എന്റെ അമ്മേ നോക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഏതാണ്ട് 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാണുന്ന സ്നോഫോള് ഈ കാണുന്ന TT പോലുള്ള ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്നോഫോൾ പെയ്യുന്നത് കേട്ടോ. നാളെയൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള സ്നോഫോൾ കിട്ടും. ഇന്നൊന്നും ഒന്നുമല്ല, നാളെ ആയിരിക്കും അതിന്റെ സെറ്റപ്പ് ഗൈസ്. ഇന്ന് രാത്രി ഉറക്കം എന്തായാലും തീരുമാനമാണ്. കാരണം നല്ല രീതിയിൽ നമ്മൾ പാടുപെടും. ഞാനിവിടെ പിടിച്ചാക്കുന്ന മൈക്ക് നനയാതിരിക്കാൻ വേണ്ടിയാണ് ഗൈസ്. നോക്കൂ അതായത് ഇന്ന് രാത്രി നമ്മൾ ശരിക്കും പെടുമെന്ന് വെച്ചാൽ പെടും. കാരണം അത്രയ്ക്കും നല്ല രീതിയിലാണ് സംഭവം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി നൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ സ്നോഫോൾ ചെയ്യുകയാണ്. നാളെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ എൻ്റെ സ്നോഫോള് എല്ലാം നോക്കട്ടെ തണുക്കുന്നു. ശരിക്കും സ്നോഫോൾ ഉണ്ട് കേട്ടോ. തലേ സാധനം കേട്ടോ പെട്ടെന്ന് തലയ്ക്കൊക്കെ എന്തൊരു വേണം നോക്കിയിട്ട്. പിന്നെ നമ്മുടെ സമയം നല്ലതിനെ അല്ല ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ സമയം തെറ്റിയ സമയത്തൊക്കെ സ്നോ കാണാൻ നമുക്ക് പറ്റും. സത്യം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഇവിടെ കിട്ടണ്ടല്ല. സന്തോഷമായി. ഓ ഗൈസ് നോക്കൂ ഫൈനലി ഞങ്ങൾ അങ്ങനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഫ്രണ്ടിലേക്ക് ഒന്നും കാണത്തില്ല. ഞാൻ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ചൈന വന്നതിൽ ഇനി പാർക്ക് ഇട്ടു, മേളിൽ ലൈറ്റ് ഇട്ടു, ഇത്ര സാധനം ഇട്ടു. അതൊരു പ്രിക്കോഷന് വേണ്ടിയാണ്. ഞങ്ങളുടെ കൂടുതൽ ആരും ഇവിടെ നിർത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. നേരെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പറ്റൂല. സത്യം ഇത് നോക്കിയാൽ ഇവരെ ഇത് മഞ്ഞിങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നുണ്ട്. ഇത് വണ്ടിയുടെ മേലല്ലേ പൊന്നെ എന്നോ വലിയ രീതിയിലാ ഈ കാണുന്ന ഈ ഒരു മഞ്ഞ് പെയ്യുന്നത് നോക്കിയാ. ഇങ്ങോട്ടും വന്നപ്പോ നല്ല രീതിയിലായിട്ടോ. മൂലയിലേക്ക് ഇത് നോക്കിയേ ഇത് ഫുള്ള് മഞ്ഞാട്ടോ. എന്റെ പൊന്നെ എന്ത് തണുത്താലും എന്ത് കുഴപ്പമില്ല. അതായതുണ്ടല്ലോ ഈ മഞ്ഞുള്ള സമയത്ത് ഒരിക്കലും വെള്ളം പിന്നെ വണ്ടിയിലേക്ക് ഒഴിച്ചാട്ടില്ല. ഫ്രീസ് ആയി പോകും ഗ്ലാസ്. പിന്നെ കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ആ ഒരു എക്സ്പീരിയൻസിന്റെ അകത്തുനിന്ന് ഞങ്ങൾ പറയുന്നതാണ്. നോക്കിക്കോട്ടോ ആ വണ്ടിയൊക്കെ വളരെ വളരെ പയ്യ സാവധാനമാണല്ലോ വരുന്നത്. ഈ റോഡാണ് ഭയങ്കര ഡേഞ്ചറാണ്. ഒന്നും കാണത്തില്ല. നോക്കി ഈ കാണുന്ന ഇത്രയും ഫുള്ള് മഞ്ഞായി. നമ്മൾ ശ്രദ്ധിക്കണം. വണ്ടി ഒതുക്കാൻ നേരത്തെ ഫോർ ഇൻഡിക്കേറ്റർ മസ്റ്റ് ആയിരിക്കണം. ഹെഡ് ലാമ്പ് ഇട്ടിരിക്കണം, പാർക്ക് ഇട്ടിരിക്കണം, ഇതെല്ലാം ചെയ്തിരിക്കണം. നമുക്ക് ഒന്നുകൂടെ ഇറങ്ങി നമ്മുടെ കുടയില്ലേ നല്ല രീതിയിലായിട്ട് എവിടെയൊക്കെ പെയ്യുന്നത്. ഇതേ നോക്കി മഞ്ഞുതുള്ളി വന്ന് അടിക്കുന്ന നോക്കിയാ എന്റെ വണ്ടിയിലേക്ക്.
എന്റെ ലിബിൻ ഇത് നോക്കടാ, ഇവിടെ വന്ന് അടിക്കുന്ന നോക്കടാ. ഇത് ഇവിടെയൊക്കെ വന്ന് അടിക്കും കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മൊത്തം മഞ്ഞായി പോയിട്ടോ. 100% ഉറപ്പാ. ഇത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ മഞ്ഞടിക്കുന്നുണ്ട്. ഇതേ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായി. എന്റെ ദൈവമേ, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലേ. നിനക്കോടാ? എനിക്കിത് കണ്ടിട്ട് എന്നാ പറയാ, ഇതിന്റെ അകത്ത് ഇറങ്ങി നടക്കാൻ വേണ്ടി തോന്നുന്നു. ഭയങ്കര തണുപ്പാണ്. നമ്മുടെ സാധനങ്ങളില്ലാതെ ഉണ്ടായത് ഞങ്ങൾക്ക് ഉറപ്പായിട്ട്. ഞങ്ങൾ ഇങ്ങനെയൊന്നും മഞ്ഞ് കിട്ടും ജീവിതത്തിൽ വിചാരിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഐറ്റിനറി നോക്കിയിരുന്നു. നോക്കിയേ, മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. നല്ല രീതിക്ക് മഞ്ഞ് പെയ്യുന്നുണ്ട് കേട്ടോ. ഓഹ്, അത് കളിക്കുക. എന്തായാലും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയല്ല ഈ ഒരു യാത്രയിൽ ഇങ്ങനെ ഒരു മഞ്ഞൊക്കെ കിട്ടുമെന്നുള്ളത്. ഞങ്ങളുടെ എല്ലാ സന്തോഷവും പൂർത്തിയായി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ വണ്ടി ഫുള്ള് മഞ്ഞിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുന്ന ഒരു സംഭവം. അതൊരു വലിയ ഡ്രീമായിരുന്നു. അതായത് എമി പറയുന്നത് വെച്ചാൽ നമ്മുടെ വെള്ള കളറായിരുന്നപ്പോ ഒരു വർഷം നമ്മൾ കുളിപ്പിച്ചായിരുന്നു. അതെ, കറുത്ത കളറായപ്പോ നമ്മൾ കുളിപ്പിച്ചിട്ടില്ല. അതാണ് സംഭവം കേട്ടോ. ആ വണ്ടിയൊക്കെ വരുന്നൊന്നും അത്ര വ്യക്തതയൊന്നും ഇല്ല കേട്ടോ. ഒരു വണ്ടി നമുക്ക് കാണാം. നമ്മള് എന്തുകൊണ്ട് നമ്മുടെ വണ്ടി മൊത്തം മഞ്ഞ ലൈറ്റ് വേണം. പോലീസ് സിഗ്നല്, യഥാർത്ഥ പോലീസ് വണ്ടി അല്ല. ഇത് പഴയ പോയ വണ്ടി. ഒരു പ്രിക്കോഷൻ, അല്ലെങ്കിൽ ആൾക്കാരൊന്ന് ഇതിനു വേണ്ടിയുള്ള ഇതാണ്. എന്റെ അമ്മ ഒന്നും കാണത്തില്ല. ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങാൻ പോകും. ആണോ? പയ്യെ ആക്കിയാൽ മതി അവനെ. നല്ല പണി പാളും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മഞ്ഞായതുകൊണ്ടേ ട്രൗസറിനുള്ള സാധ്യതയുണ്ട്. ഗൈസ്, വേറെ കാര്യമുണ്ട്. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മഞ്ഞ സംഭവങ്ങളൊക്കെ വീഴാൻ നേരത്ത് ഭയങ്കര എന്നാ പറയുക പ്രിക്കോഷനും, പിന്നെ അതേപോലെ തന്നെ ആർമിയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര മുൻകരുതൽ എല്ലായിടത്തും എല്ലാം സംഭവം. പക്ഷെ ഇവിടെ അതൊന്നും ഞാൻ കാണുന്നില്ല. ഇതെന്നാ അപ്പൂപ്പനോ? ഇതെന്നാ ക്രിസ്മസ് അപ്പൂപ്പനോ? ഇതെന്നാ ലിബി ദേഹമൊക്കെ എന്നാ? ഞാൻ ലിബിനും ഇറങ്ങാൻ തീരുമാനിച്ചു. ലിബിനെ മേളിൽ ഇതാ അവിടെ തന്നെ എടുത്തോ, ഇറങ്ങിക്കോ. ഞാൻ ഈ ക്ലാസ് അടയ്ക്കാം. ഞാൻ ലിബിനും എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. നല്ല മഞ്ഞെന്ന് വെച്ചാ പോയാടോ ലിബിനെ. ഇപ്പം മഴയാണോ? അല്ല, അതെ തുറന്നു നോക്കി കേട്ടോ. അതെ കേട്ടോ, ഇത് ഇവിടുന്ന് എൻ്റെ ക്ലാസ് ഒക്കെ ഫുള്ള് ഫ്രീസ് ആയിട്ടോ. ഞങ്ങളുടെ ദുഃഖം കൂടെയായിട്ട് ലിബി ഇറങ്ങി കേട്ടോ. നോക്കണേ, വണ്ടി നോക്കി ഇറങ്ങാനുള്ളേ. നല്ല കാറ്റ് കേട്ടോ. ലിബി പറയുന്ന പോലെ കുട ഇന്ന് മറന്നേക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. കുട മറക്കേണ്ടി വരുമോ? ഞാൻ പറഞ്ഞില്ലേ, അത്രയ്ക്കും രീതിയിൽ സ്ലോ അടിക്കും കേട്ടോ. ബേ എന്റെ അമ്മേ, എന്റെ വണ്ടിയൊക്കെ നോക്കിയേ. എന്റെ വണ്ടി നോക്കിയേ, ഫുള്ള് മഞ്ഞ്. ഇത് ദൈവമേ, ഫുള്ള് മഞ്ഞ്. ഫുള്ള് മഞ്ഞ്. എടാ ഇങ്ങനെ വണ്ടി നോക്കടാ, വണ്ടി ഫുള്ള് മഞ്ഞ്. ഓ ഗൈസ്, ലിബിന്റെ ദേഹം നിറച്ചും മഞ്ഞ്. ഇത് നോക്കിയേ, വണ്ടി ഫുള്ള് മഞ്ഞ്, ഇത് ഫുള്ള് മഞ്ഞ്. വണ്ടി ഞാനിവിടെ ഒതുക്കിയിട്ടോ. കയറി കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഗ്യാപ്പില്ലാത്തോണ്ടാ. എന്റെ പൊന്നും കുരിശും, വണ്ടി മൊത്തം മഞ്ഞ്. ഫൈനലി നല്ല രീതിയിലുള്ള മഞ്ഞാണ്. ഒരു രക്ഷയില്ല. അയ്യോ, തണുത്തിട്ട് വിറയ്ക്കുവാണ്. ഞങ്ങളുടെ അടുത്തുള്ള ആരും ഇവിടെ ഇല്ല. ഞങ്ങൾ എന്തായാലും നേരെ ഫ്രണ്ടിലേക്ക് വണ്ടി എടുക്കുവാണ്. നല്ല സ്ട്രോങ് ആട്ടോ. സ്നോഫോൾ ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങോട്ടൊക്കെ നോക്കി എന്റെ അമ്മ, വണ്ടിയിലേക്ക് നോക്കി. നീ വണ്ടി എടുത്തിട്ട് വന്നേ. ഓ ഗൈസ്, വണ്ടി എടുത്തിട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. എന്നതാ, വണ്ടിയുടെ ഒരു സൈഡ് മൊത്തം നമ്മുടെ കാലിലെ സോക്സ് ഒക്കെ നനഞ്ഞു പോയി. കേറാം. നല്ല ഫ്രഷ് കൈയും കാലൊക്കെ മരച്ചു പോയി. എന്റെ താടി നോക്കടാ. എന്റെ താടി നോക്ക്. കൈ നോക്കേ, കൈ മറിച്ചു പോയേ. അയ്യോ പണി പാളി. എന്റെ ചെരുപ്പൊക്കെ നനഞ്ഞു. എന്റെ സോക്സും നനഞ്ഞു. എനിക്ക് കണ്ണു പോലും കാണാൻ പറ്റുന്നില്ല. ഇവിടുത്തെ തണുപ്പ് ഇത്ര കട്ടിയുണ്ട് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് കാണാം. എന്റെ അമ്മോ, ഒടുക്കത്തെ ചുമ കേട്ടോ. ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ. നോക്കൂ, അതായത് ഇത് മൊത്തം ഫ്രീസ് ആയിട്ടോ. വണ്ടിയുടെ സൈഡ് നിൽക്കാൻ പറ്റിയല്ലോ കേട്ടോ. കാരണം ഓക്സിജൻ ലെവൽ ഇല്ല. നമ്മൾ മണാലിയിലൊന്നും പോയി നിൽക്കുന്ന പോലെ അല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ലെവൽ ഇല്ല. ഇതുണ്ടോ, ഈ സാധനം താത്തി അപ്പം മഞ്ഞാണ്. എൻ്റെ ഈ സൈഡ് ഗ്ലാസ് കാണാൻ പറ്റുന്നില്ല. വണ്ടി ഉണ്ടോന്ന് ഉറപ്പെടുത്തിക്കല്ലേ പിന്നെ. പറഞ്ഞു ഗൈസ്, ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ആട്ടോ ലിബിക്ക് ഭയങ്കരമായിട്ട്. അതായത് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നേ,
നമ്മൾ മണാലി പോയപ്പോ ഇതേപോലെ ഇത് വന്നു ഗ്ലാസ്സിന്, അന്ന് ഇവിടെ വെള്ളം കയറി പിടിച്ചു മൊത്തം ഗ്ലാസ് ഇതായി. പണ്ടത്തെ നമ്മൾ ഓമനി കൊണ്ട് പോയ ഒരു ഫീലിംഗ് ഒക്കെ ഇവിടെ നിന്നൊക്കെയോ ടച്ച് ആകുന്നുണ്ടല്ലോ. സത്യം കേട്ടോ അല്ലേ? ഒരു സാധനം കാണത്തില്ല ഗൈസ്, ഒരു സാധനം ഫ്രണ്ടിലേക്ക് കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഗൈസ് ഫുള്ള് സ്നോഫോൾ ആണ്, മഞ്ഞാണ്. എന്റെ വണ്ടിയുടെ ഒരു സൈഡ് പോലും ഇല്ല, ഒരു രക്ഷയില്ല, ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഫോർ ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു ഇതിലങ്ങ് പോവുകയാണ്. എനിക്കും വേണോടാ. അവിടെ പിന്നെ വ്യക്തത കിട്ടി. ഇവിടെയോ? കിട്ടിയില്ലേ? ഇപ്പൊ വ്യക്തത കിട്ടി. നന്നായിട്ട് പഠിക്കേ. ഇപ്പൊ അത്യാവശ്യം കിട്ടിയടാ. ഇത് നമ്മുടെ മണാലിയിലൊന്നും വീഴുന്ന സാധനം അല്ല ഇവനെ. അയ്യോ, ഇവിടെ ഭയങ്കര ഓക്സിജൻ സിക്നസ് ആ. മണാലി വേറൊരു ടൈപ്പ് കേട്ടോ, അത് വേറൊരു തലമാട്ടോ, ഇത് വേറൊരു തലമാട്ടോ. നമ്മളവിടെ ഇഷ്ടംപോലെ സഞ്ചരിച്ചു, അവിടെ ഒന്നും പുറത്തിറങ്ങിച്ച ശ്വാസം പ്രശ്നം വരില്ല. അതെ, ഇവിടെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ വണ്ടി ഇപ്പൊ ഒരു ചെറിയൊരു കുഴിയിലേക്ക് പോയി. സംഭവം എന്താന്ന് വെച്ചാൽ റോഡിന്റെ അകത്ത് തന്നെയുള്ളൊരു ചെരുവാട്ടോ, അത് ആ ചെരുവിലേക്ക് പോയതാണ്. നാളെ ഇപ്പൊ സ്നോഫോൾ ഒക്കെ കാണാം കേട്ടോടാ. അത് ഉറപ്പല്ലേ? നാളെ വേറെ ലെവലായിരിക്കും, മൂടായിരിക്കും. ഗൈസ് നോക്കൂ, നാളെ രാവിലെ പോലെ സ്നോഫോൾ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് കിട്ടി, നമ്മുടെ കൂടുതലുള്ള ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. മിക്കാറും കാണൂല. നമ്മളൊരു പാസിലുള്ളേ, അവര് നേരത്തെ പാസ്സായി പോയി, അതാണ് അവർക്ക് ഉണ്ടാവൂല. എന്നാ സ്നോ ഒക്കെ ഉണ്ടല്ലോ, ഇളകി പോകുന്ന കേട്ടോ. പറന്ന് വന്നു വണ്ടിയിൽ തന്നെ. ഇങ്ങോട്ട് വന്നപ്പോ ഇത്തിരി കുറവുണ്ട് കേട്ടോ. ഇല്ല കൂട്ടിതാ. നിന്റെ സൈഡാണ് നോസ്പോർട്ടില്ല, എന്റെ സൈഡിലല്ല. ഇതിപ്പോ തുറന്നു കഴിഞ്ഞാൽ പറന്ന് കുറഞ്ഞു കേട്ടാ. കുറഞ്ഞില്ലേ? കുറഞ്ഞു അല്ലേ? അത്യാവശ്യം കുറഞ്ഞു കേട്ടോ. ഓരോ ട്രക്കുകളല്ലേ ഇതിനകത്തോട് ഓടിച്ചോണ്ട് പോകുന്നത്. അല്ല, കുറെ വണ്ടികൾ ഇങ്ങനെ താത്തവും പൊക്കവും ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ക്ലിയർ കിട്ടും കേട്ടോ. ഇപ്പൊ മഞ്ഞെല്ലാം മേലിലാണ്. നേരത്തെ അങ്ങനെയായിരുന്നു. ആ ബൈക്കറൊക്കെ എങ്ങനെ പോയി കാണൂടാ. അവര് ഇളക്കാരം കിട്ടുന്ന താഴെ ഇറങ്ങി കാണും. വരുന്ന വണ്ടി പോലും വ്യക്തതയിൽ കാണാൻ പറ്റുന്നില്ല. ലൈറ്റ് ഒക്കെ പാസ് ലൈറ്റ് ഒക്കെ അടിച്ചു കൊടുത്താ കാണിക്കുന്നത്. അവിടെ ഒരു വണ്ടി വരുന്നുണ്ട്, പാസ് ലൈറ്റിൽ ഇതാണ് മാത്രം കാണുന്നത്. നമ്മുടെ മഞ്ഞ ലൈറ്റ് ഇട്ടവനെ എടുത്ത മഞ്ഞ ലൈറ്റിൽ നമ്മൾ ഇട്ടാക്കുന്നത്. മഞ്ഞ ഊരി വെച്ചേക്കോ ആണോ? നോക്കിയേ, കട്ടോ കട്ടറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ട്രക്കുകള് എന്തോരോ കയറി വരുന്നത്. 1-2 ട്രക്കാണ് കുഴപ്പമില്ല, ഇത് എന്തോ ഒരു ട്രക്കാണ് കയറി വരുന്നത്. കൈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷൂ ഒക്കെ ഇട്ടായിരുന്നു ഇറങ്ങണ്ടേ. വലിയൊരു മണ്ടത്തരം കാണിച്ചു. ഞങ്ങൾ സോക്സും ചെരുപ്പിട്ട് ഇറങ്ങി. അത് മാത്രമല്ല, എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ആ കാറ്റ് ഇങ്ങോട്ട് വരും കേട്ടോ, ഡ്രൈവിംഗ് സീറ്റിലേക്ക്. അപ്പൊ ഭയങ്കര പെയിൻ. അതിനൊക്കെ എനിക്ക് നല്ല കാല് പോയല്ലേ, പണി പാളി കേട്ടോ. ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും സ്നോഫോള് അതിശക്തമായെന്ന് വെച്ചാൽ അതിശക്തമായിട്ടോ. ഭയങ്കരമായിട്ട് കൂടിയവനെ. എനിക്ക് വ്യൂ ഒക്കെ കുറഞ്ഞു. എനിക്കൊന്നും കാണില്ല. ചവിട്ടി കിട്ടിയോ? നമുക്ക് ചവിട്ടിയോ കിട്ടൂല, വണ്ടി തന്നെ വരുന്ന വരവ് നോക്കിയേ. ഒന്നും നോക്കുന്നില്ല കേട്ടോ, അവരുടെ കാര്യം സേഫ് ആയിട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. ഇനി ഈ റോഡിലുണ്ടല്ലോ നമുക്ക് ജീവിതത്തിൽ ചവിട്ടിയാൽ കിട്ടിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ള് മഞ്ഞാണ്. ചവിട്ടി ഉറപ്പായിട്ടും വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ പണ്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം വണ്ടി ഓടിക്കാൻ. ഞാനിപ്പോൾ 3ാമത്തെ ഗിയറിലാണ് വണ്ടി ഓടിക്കുന്നത്. സെക്കൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര മിസ് ചെയ്യുന്നു. നോക്കി എത്ര ട്രക്കാ വരുന്നത്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഏതോ ടണലാണ് എനിക്ക് തോന്നുന്നത്. ടണലല്ലേ, പാസാണോ തോന്നുന്നത്. ഇത്രയധികം മഞ്ഞും ഇത്രയധികം വീഴുന്നത്. ഇത് സ്ലിപ്പറി ആയിപ്പോ ഭയങ്കര സാധ്യത കൂടുതലാണ് റോഡ്. ഇപ്പൊ തന്നെ റോഡ് മൊത്തം മഞ്ഞായി, കണ്ടില്ലേ? ഇത് നോക്കിയേ, ഞങ്ങളുടെ വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ. അതിപ്പോ ഫ്രണ്ടിൽ നിന്നാണ് അടിക്കുന്നത്. ആണോ? ഇത്ര നേരം ഈ സൈഡിൽ നിന്നായിരുന്നു, ഇപ്പൊ ഫ്രണ്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അടിക്കുന്നത്. നോക്കൂ, ഇത് കേട്ടോ, വിസിബിലിറ്റി ഒന്നുമില്ല, എല്ലാ ഭാഗവും മഞ്ഞായി മാറി. വണ്ടി മൊത്തം മഞ്ഞായിരിക്കുമല്ലോ. ഒന്നാമത് തല്ലിപ്പൊലി റോഡ് കേട്ടോ. അത് ഈ ഒരു കാലാവസ്ഥയുടെ ആണുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ സംഭവിക്കാൻ. ഇതെന്താന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്കാണെങ്കിലും നമ്മുടെ കൂടുതലുള്ള ആരുമില്ല. എല്ലാവരും അടിച്ചു വിട്ട് പോവുകയും ചെയ്തു. നമ്മുടെ ബേക്കിലാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ചിലത് നിർത്തുമ്പോഴാണ് എല്ലാവരും കയറി പാസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള സ്നോഫോൾ കേട്ടോ ഫ്രണ്ടിലേക്ക്. ചില്ലറ സ്നോഫോൾ ഒന്നും അല്ല ലിവിനെ കാണിച്ചു കേട്ടോ. ഇപ്പൊ ഡിഗ്രി എത്തില്ല ലിവിനെ. ആ ഫോൺ എടുത്ത് നോക്കിയാൽ ആൻഡ്രോയിഡ് എന്നെടുത്ത് നോക്കി ഇപ്പൊ അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന -3 കേട്ടോ, അല്ലേ? അപ്പൊ രാത്രി -2, -1 ഒക്കെ വരും. അല്ല, രാത്രി ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് -10 ഒക്കെ വരാൻ ചാൻസ് ഇല്ലേ? ഇങ്ങനെയാണേലും ഒന്നും വരുമൊന്നുമില്ല. -3 to -3 അല്ലേ ഇവനെ? രാത്രി ആകുമ്പോൾ തണുപ്പ് കൂടുമല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ കറക്റ്റ് രാത്രി നോക്കിട്ട് കറക്റ്റ് ഞാൻ പറഞ്ഞു. -3 ആണോ അങ്ങനെ കുറഞ്ഞു വരുന്നതാണ് തണുപ്പില്ല, കൂടി മൈനസ് പോകുന്നതാണ് തണുപ്പ് പറഞ്ഞു വരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, സ്വന്തം വണ്ടിയിൽ മറ്റു രാജ്യത്ത് പോകുന്നതാണോ അതോ വേറെ പലതാണോ റിസ്ക് എന്നുള്ളത്, കാറിൻ്റെ അടുത്ത് യാത്ര ചെയ്യുന്നതാണോ അതോ അല്ലാത്താണ് റിസ്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നമ്മുടെ സ്വന്തം വണ്ടി നമ്മൾ അറിയില്ലാത്ത മറ്റ് സാഹചര്യങ്ങളിൽ കൂടെ ഫ്രണ്ടിൽ എന്താണെന്ന് പോലും അറിയില്ലാത്ത നമുക്ക് കേട്ടുകേൾവി ഇല്ലാത്ത റൂട്ടിൽ കൂടെ നമ്മൾ പോകുന്നതാണ് എപ്പോഴും എക്സൈറ്റ്മെന്റ്, ത്രില്ലിങ്. അതിനാണ് ശരിക്കും അഡ്വഞ്ചർ എന്ന് പറയാം. എല്ലാത്തിനും അതിൻ്റെതായ അഡ്വഞ്ചറും അതിൻ്റെതായ സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഓരോ യാത്രയ്ക്കും അതിൻ്റെതായ മഹാത്മ്യവും അറിവുകളും സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്.
എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ സ്വന്തം വാഹനം എടുത്ത് നമ്മള് ഈ രാജ്യത്തിന് അഡാപ്റ്റ് ആകാത്ത വണ്ടിയാണ്. ഇതിന്റെ നിയമത്തിന്റെ രീതിയിൽ അവിടെയാണ് വരേണ്ട സ്റ്റിയറിങ്. ഇത് ഇന്ത്യൻ നിയമത്തിന് വേണ്ടി ആ ഒരു നിയമ സംവിധാന രീതിയിൽ ഉണ്ടാക്കിയ വാഹനമാണ്. അപ്പൊ അങ്ങനെ ഒരു വാഹനം അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് ഓടിക്കേണ്ട. ഇപ്പം ശരിക്കും ഇതിലെ വണ്ടി പോകാൻ നേരത്ത് ലിബി ഇരിക്കുന്ന ഈ വശമില്ല, ഈ വശം ഇവിടെയാണ് സ്റ്റിയറിംഗ് ഇല്ല. അപ്പൊ അതിന് വരെ ഈ എതിർവശത്തിരുന്ന് ഓടിച്ചു പോവുകയാണ്, അതായത് മഞ്ഞ സ്ഥലത്ത്. സോ റിസ്ക് ആണ്, കാരണം പിന്നെ എല്ലാ രീതിയിലും വിഷ്വലും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ സമയത്ത് എല്ലാത്തിനും അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇനിയിപ്പോ ഞങ്ങൾ കിടക്കാൻ പോകുന്നത് ഈ കാണുന്ന ഇത് പാട്ടേ വണ്ടി. ഇത് പിന്നെ ഈ എന്താ പറയുക, ഇത് പ്രത്യേകം സിംബൽസ് ആണ്. ഇത് ഈ കമ്പനി ഷെല്ലായിട്ട് വരുന്ന. ഇതിനകത്ത് ഈ -3, 2, 4, 5 ഇതിനകത്ത് കിടക്കുമ്പോണ്ടല്ലോ നല്ല രസമായിരിക്കും. അപ്പം മനസ്സിലായി ഇതിന്റെ സുഖം എന്നാന്നുള്ളത്. ടെന്റ് പോലും അടിക്കാൻ പറ്റില്ല കേട്ടോ ഈ മഞ്ഞുള്ള സമയത്ത്. ഫൈനലി അങ്ങനെ നമ്മളൊരു കവാടം കടന്നു. അത് എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, കാരണം ഫുള്ള് ചൈനീസ് ലാംഗ്വേജിൽ എഴുതിയാക്കുന്നത്. വണ്ടികളൊക്കെ ഈ കാണുന്ന ഈ ഒരു സ്ഥലങ്ങളിലും സംഭവങ്ങളിലൊക്കെ ഒതുക്കിയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ എടുത്തോണ്ട് പോയിട്ടോ. വണ്ടി മൊത്തം മാലപ്പടക്കം കേട്ടോ. പല പല സിഗ്നലുകളുണ്ട്. അതൊക്കെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കയറി കഴിഞ്ഞാൽ സർവ്വസാധാരണ കേട്ടോ. എന്നിട്ടും ട്രക്കുകൾ തിരിയുള്ള കുറവുമില്ല അല്ലടാ. എന്തോരം ട്രക്കാന്ന്. ഇതെല്ലാം ടിബറ്റ് ബേസ് ചെയ്ത് ട്രാൻസാക്ഷൻസ് നടക്കുന്ന കേട്ടോ. ഇത് എന്നതാ ഇത്, ഒരു കുറവ് വേണ്ടേ? പക്ഷെ വേറൊരു കാര്യമുണ്ടല്ലോ ഇവനെ, ഇന്ത്യൻ റോഡ് പോലെ റോഡിൽ ഇതേപോലെ മഞ്ഞ് കിടക്കുന്നത്. നമ്മുടെ അവിടെ റോഡിൽ ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്യും, മനസ്സിലായോ? നമ്മുടെ അവിടെയാണ് റിസ്ക് ഫാക്ടർ കൂടുതലായിട്ട്. ഇവർക്കൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം ഈ റോഡൊന്നും അത്ര കൂടുതലില്ല ഇവിടുത്തെ റോഡ്. നമ്മുടെ അവിടെയാണ് ടഫ്. സത്യം പറഞ്ഞാൽ BRI ഒക്കെ സമ്മതിക്കണം കേട്ടോ നമ്മുടെ രാജ്യത്തിന്റെ റോഡ് ഡെവലപ്മെന്റ്. അതായത് ഈ അതിർത്തി റോഡുകളൊക്കെ നിർമ്മിക്കുന്നവരെ എത്ര ആൾട്ടിറ്റ്യൂഡ്, എത്ര മീറ്റർ ലെവലില് ഹൈയില് നിന്നാണ് ഇവരത് ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. BRI വേണ്ടത് ഉമ്മിലിംഗില. ഇത് തുടയ്ക്കാൻ പറ്റുന്നില്ല ഇവിടെ. ബേക്കില് ട്രക്കാർ നോക്കാൻ പോലെ ഗ്ലാസ് കാണുന്നില്ല. ഞാൻ നിന്റെ ക്ലാസ് ആകാം. ഗ്ലാസ് കണ്ടില്ല പിന്നെ എങ്ങനെ വണ്ടി ഓടിക്കാൻ? ശരിയായല്ലോ. പിക്ചർ ശരിയായിട്ടോ. ഫുള്ള് കട്ടായി പോയി, എല്ലാ ഭാഗങ്ങളിലും കട്ടായി പോയി. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോ ഇച്ചിരി മഞ്ഞിന് കുറവുണ്ട്. നമുക്ക് ഫൈനലി അങ്ങനെ ഒരു ഹോട്ടലിലെത്തി. ഇതാണ് സ്റ്റേ ചെയ്യുന്ന ഹോട്ടല്. ഇന്നും കൂടി ഉള്ളു ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഒക്കെ. മഞ്ഞ് വീണോണ്ടിരിക്കുവോ? അല്ലേ? കാലൊക്കെ ഒന്നും മേളിൽ കയറ്റി വെച്ചോട്ടോ, അത്രയ്ക്കും തണുപ്പാ. സോക്സ് എടുക്കണ്ടേ ഉള്ളിൽ നിന്ന്? നമ്മൾ കൊണ്ടുവന്നിട്ടില്ലേ സോക്സ് ഒക്കെ? ഉണ്ടോ? അടുത്ത ഹോട്ടൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അടുത്ത ഹോട്ടലിലേക്ക് പോകണം. മഞ്ഞോട് മഞ്ഞാട്ടോ, അത് ജീവാൻ പോകുന്നു. ഇവിടെ എല്ലാം മഞ്ഞ് വീഴുന്നവനെ. എന്റെ പൊന്നെ, ഇന്ന് നമ്മൾ പെടും കൊണ്ടിട്ടാലോ മലയെ കിടന്ന് ഉറങ്ങാട്ടോ. എന്ത് ചെയ്യും മലയാ? അവരെല്ലാം വണ്ടി ഹീറ്ററെങ്കിലും ഉണ്ട്, നമ്മുടെ വണ്ടിയിൽ എന്തുണ്ട്? നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോണ്ട്. ഈ റൂമാണ് എടുക്കുന്നത്. എന്നാ തീരുമാനം നമുക്ക് പമ്പിൽ കൊണ്ടുവിടാനെ. പമ്പിലിടാന്ന് പറഞ്ഞു. സഹിക്കാൻ പറ്റൂല. നമ്മളപ്പോ എന്ത് ചെയ്യണം? ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കണം. ഇതിൻ്റെ അകത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് അതിൻ്റെ അകത്ത് എന്റെ അമ്മ പാവം എത്ര തെറി കേട്ടാന്ന് പറയാം. അപ്പൻ്റെ അടുത്ത് നീ എന്നാത്തിനാ കൊടുത്തു വിടുന്നതെന്ന് ചോദിച്ചിട്ട്. കാര്യം വെച്ചാൽ അപ്പൻ്റെ സാധനം കൊണ്ട് അതിൻ്റെ അകത്ത് കിട്ടിയോ? നീ എന്നെ എടുക്കാനുള്ള ഇതിനകത്ത് എവിടെയാണ് ഹീറ്റർ? ആയിട്ടോ ഹീറ്റർ ഈ സൈഡിലാണ് തോന്നുന്നത്. അതെ പിന്നെ നല്ല തണുപ്പ് കേട്ടോ. ഇനി നമ്മുടെ ക്യാമറ സൂക്ഷിച്ചില്ല, പണി വാളും. ഇതൊക്കെ എന്നാടാ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ക്യാമറ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന സാധനം ആണോ? എന്താ എല്ലാം സ്പ്ലിറ്റാക്കി കറക്റ്റാക്കി വെക്കട്ടെ കേട്ടോ. ലെൻസും മറ്റു സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് വെച്ചാൽ ഫംഗസ് പിടിക്കും. പിന്നെ നമ്മുടെ വെബ് സീരീസ് മാവും എല്ലാം നോവും. നമ്മുടെ ഗിംബല് തന്നെ കിട്ടി. ഇവിടെ അതിന്റെ സാധനങ്ങൾ പോയാൽ നോക്കണേ, കിട്ടൂല. ഇത് ഓരോന്നോരോന്നൊരു സ്പ്ലിറ്റ് ചെയ്തെടുത്ത് നോക്കട്ടെ. ഇതിലെന്നെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ വലിയ ടെൻഷനില്ല. ക്യാമറ കൂടെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാൽ കല്ലിപ്പി അതങ്ങനെ എടുത്ത് വെച്ചാൽ ക്യാമറ അതിൻ്റെ അകത്ത് പ്രതിഷേധം മൂലം ക്യാമറ പൊതിഞ്ഞു വെക്കുന്നു. വളരെ സന്തോഷമായി പിന്നെ എന്തായാലും ഇതില്ലാതെ ഉറങ്ങാൻ പറ്റൂല, ഉറപ്പാട്ടോ. ഇതില്ലാതെ ഇന്ന് പറ്റൂല. എന്നാലും ഇവന് ഹീറ്റർ അവർ ഹോട്ടലിൽ ഫിക്സ് ചെയ്തു കേട്ടോ. ഹോട്ടലിൽ ഫിക്സ് ചെയ്തോ? പിന്നെ ആദ്യമേ ഇത് എടുക്കുന്നുണ്ടോന്ന് നോക്കിയേ, സ്വിച്ച് ഓൺ ആക്കിയേ. ഞങ്ങൾ ചാൻസ് ഉണ്ടല്ലോ, നോക്കട്ടെ. ആകെപ്പെട്ടു കേട്ടോ, ആകെപ്പെട്ടു. എന്റെ പൊന്ന്, എന്നാ ശക്തിയിലാ മഞ്ഞ് പെയ്യുന്നേന്ന് നോക്കി. ഗ്ലൗസ് ഉണ്ട്, ഗ്ലൗസ്. സാധാ ഗ്ലൗസ് മതി. അത് മതി. ഇത് മതിയോ?
അതിൻ്റെ ആവശ്യമുള്ളൂ. മതിയോ? രണ്ട് ഇതിൻ്റെ അന്നുള്ള സാധനങ്ങൾ. അതിൻ്റെ സോക്സ് ഒക്കെ ഉണ്ടോ? ഉണ്ടോ? തലയുടെ തൊപ്പി ഉണ്ട്. എത്ര വേണം? അതും കൊണ്ട് കിട്ടും. ഇഷ്ടം പോലെ. കിടക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഇപ്പോഴേ റെഡിയാക്കണം കേട്ടോ. രാത്രിയിൽ ഇതിനു വേണ്ടി നിന്ന പണി പാളും. ഇതിൻ്റെ അടിയിലെ 3 ഇത് പോയിട്ടുണ്ടോ ഇതിനെ? അതിൻ്റെ അടിയിലെ 3 ഫീസ് പോയിട്ടുണ്ട്. ഫീസ് ശരിയാക്കി കഴിഞ്ഞാൽ ബാത്റൂം റെഡിയാവും അല്ലേ? ബാത്റൂമും അതേപോലെ തന്നെ എവിടുത്തെ പോയത്? ഇവിടുത്തെ നോക്കട്ടെ ശരിയാക്കാൻ പറ്റുമോ ഇന്ന്. നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ UPS കിട്ടും കേട്ടോ. അതെ, നിനക്കുള്ള അവിടെ വിരിച്ചു, എനിക്കുള്ള ഇവിടെ വിരിച്ചു. പരിപാടി കഴിഞ്ഞില്ല. നീ ലോൺ എടുത്ത് വാങ്ങിയാ ഞാൻ ലോൺ എടുക്കാതെ വാങ്ങി. ഇതാക്കാത്ത ലോണ് പണ്ട് മേടിച്ചതിലുള്ള കേട്ടോ. ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങളുടെ കൂടുതലുള്ളവരെല്ലാം പള്ളി ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങളുടെ കൂടുതലുള്ളവരെല്ലാം ഇവിടെ കേട്ടോ കിടക്കുന്നത്. നേരത്തെ വരെ നല്ല രീതിയിലുള്ള മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിന്നു. രാത്രി നമ്മൾ ശരിക്കും പോയിട്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും രീതിയിലുള്ള ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യത. ഇതുണ്ടോടാ മഞ്ഞ് കിടക്കുന്ന നോക്കിയേ. ഇതേ മഞ്ഞ് പോയിട്ടില്ലല്ലേ? ഗൈസ് നോക്കൂ, ഞങ്ങളുടെ വണ്ടി ഇപ്പോഴും മഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. നേരത്തെ തന്നെ ബാക്കി പത്രമൊക്കെ ആയിട്ട് അറിഞ്ഞോ ഗൈസ്. ഞങ്ങളെ ഒരു ലോങ് ഷോക്സ് കിട്ടില്ല നോക്കിയിട്ട് വരട്ടെ. പിന്നെ അതേപോലെ തന്നെ റീചാർജ് ചെയ്യണം. അതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യണം. ഇന്നത്തെ നമ്മുടെ ഉറക്കം കാള ഉറക്കമായിരിക്കും. അത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? ഞാൻ കൈ കൊണ്ടൊക്കെ കാണിച്ചു ഇതാണ് സാധനം എന്നൊക്കെ. കാലിലൊക്കെ തൊട്ട് നല്ല ഉണ്ടല്ലേ എടുക്കാമല്ലേ? ലെങ്ത് ഉള്ളത് കട്ടിയില്ല. ഷെയറിലടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടിയാനെ. നാളെ രാവിലെ ഫുള്ള് പിന്നെ ഇതായിരിക്കും പറഞ്ഞു സ്നോഫോൾ. അപ്പം പുള്ളി ഈ ബൈക്കിൻ്റെ മേളിൽ ഫുള്ള് ഇതിടുക കേട്ടോ. എന്നിട്ട് വലിച്ച് കളയാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ആയിരിക്കണം. അല്ല മറ്റേ പുള്ളിക്ക് ഇരിക്കാൻ പറ്റില്ല. നോ ബാത്റൂം താൻസി. ആ ഹോട്ടലിൽ 3.5 yuan. One piece. Oh, you have train? Okay, total 6 piece order. Okay, 6 piece. Bubba. Fancy beef here, beef. Yes, they have a beef. Where? Guys, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കോലി പോലത്തെ സാധനം കേട്ടോ. ഇത് നോക്കി ഇവിടെയൊക്കെ ബീഫുണ്ട്, കൂണ്, തവളയല്ലോ അത് കൂണാടാ പൊട്ട കൂണാന്ന്. കൂണ് ഇതേ പോട്ടി അല്ലടാ, 100% തവളയല്ല. അല്ലടാ ലിബി, ഇത് പാക്കഡായിട്ട് വരുന്നുണ്ടോ ഇതേപോലെ. ലിബിനെ ചിക്കൻ ഓർഡർ ചെയ്തു. ഇത് ചിക്കൻ ആട്ടോ. ഇത് ചിക്കൻ പുള്ളി ഇവിടെ ഇതുണ്ടോ ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക ഗ്രില്ല് പോലെ ആക്കിയെടുക്കുവാണ്. ഇത് സോസ്, ഇത് മസാലകളാട്ടോ. ഹായ് ഗൈസ് നോക്കൂ. ഹായ്. അപ്പൊ ഇവിടെ ഇതാണ് ഇതിന്റെ കിച്ചൺ. ചെറിയൊരു കിച്ചണാണ്. ഏതാ ആ സാധനം? ഇത് കുബൂസ് ആണെന്ന് തോന്നുന്നു. കുബൂസ് പോലത്തെ അല്ല. ഇത് കഴിക്കാൻ പറ്റില്ല, മരക്കല്ല ആണോ? ഇത് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഗൈസ് സൈഡ് ആണോ? ഇവിടെ നിന്ന് പോവാട്ടോ. ഗൈസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ഗൈഡ് സുഗുണപ്പൻ. ഇതാണ് മട്ടൺ സൂപ്പ് കേട്ടോ. മട്ടൺ സൂപ്പ്. ആഹാ എന്താ സാധനം. ചാൻസി ദാറ്റ് ഈസ് ഓർഡർ. ഐ ലൈക്ക് ഇറ്റ്. I order another one. അങ്ങനെ ഷെയറിൽ എത്തി. ഇതാണ് ഞങ്ങളുടെ സാധനം. മട്ടൺ കേട്ടോ, മട്ടൺ. നമ്മുടെ ഫോൺ മൊത്തം 11 നമ്മുടെ ഫോണിലെ മൊത്തം ഡാറ്റ സംഭരണം തീർന്നുമായിരുന്നു. റീചാർജ് സക്സസ്. ഹൗ മച്ച് ടോട്ടൽ? 1S അല്ലേ? ഗൈസ് ഇപ്പം ഇവിടെ 7 കാണാവോ ലിവി? ഇപ്പം ഇവിടെ 7 മണി കേട്ടോ. ഇപ്പം -3 സ്നോഫോൾ ഉണ്ട് ചില സ്ഥലങ്ങളിൽ. വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി 2 3 മണിക്ക് വെളുപ്പിനെ 3 മണിക്ക് 1 പോവും. എൻ്റെ അമ്മച്ചി 2 പിന്നെ 1 2 3 6 മണിക്ക് 4. ഫൈനലി രാത്രിയായി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തരണം. കണ്ട ഫസ്റ്റ് തുമ്മിയും തൂളിയൊക്കെ സ്റ്റാർട്ടായി. ഇവിടെ ഉള്ളവരെല്ലാം നമ്മളെ ഇപ്പൊ വിളിച്ചില്ല. നാളെ വണ്ടി സ്റ്റാർട്ട് ആവില്ല കേട്ടോ. ഇന്നലെ സംഭവിച്ചാലും സംഭവിക്കും. തള്ളണ്ട് വരും. വണ്ടി റെഡി. ഓക്കെ, ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കയറ്റി ലിപി ഇവിടെ യൂറോപ്പിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് സംഭവങ്ങൾ എടുക്കുകയാണ്. ഒട്ടുക്കത്തെ തണുപ്പാണ്. ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് ഇപ്പോൾ കറക്റ്റ് കാണിച്ചില്ല കേട്ടോ. വരലില്ല, ഇതായതുകൊണ്ട് അത് കാണത്തുമില്ല. കറക്റ്റ് നേരത്തെ -6 ആയിരുന്നു, ഇപ്പം കറക്റ്റ് -4 ആട്ടോ.
-4 നിന്ന് ഇപ്പം മൈനസ് എത്രയാ? അതെങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്? -5 ആയി ഇപ്പം -6 ആവും. ഇതിങ്ങനെ പോകൂട്ടാ. അയ്യോ, ആൾട്ടിറ്റ്യൂഡ് ലെവൽ പമ്പ് ഹൈയാ. വെതർ ബേസ് അതാ ഏറ്റവും നല്ലത് ലിബി. എവല്യൂഷനൊക്കെ എത്ര ഇതിൻ്റെ? വിൻഡൊക്കെ എത്രയാ? 10 കിലോമീറ്റർ കേട്ടോ കാറ്റ്. .8 ഹൈ ഹ്യൂമിഡിറ്റി 83. എൻ്റെ അമ്മേ, UV 10. എൻ്റെ അമ്മോ, അൺലിമിറ്റഡ്. ഇതെന്നാ പ്രസൻസോ? ഇതൊക്കെ അറിയാം കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് ലെവലൊക്കെ എത്രയാണെന്നുള്ളത് ഇനി പോയി നോക്കേണ്ടി വരും. ഗൈസ് അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടു കേട്ടോ. ഇത്തിരി കിടക്കാൻ നേരത്തുണ്ടല്ലോ നമുക്ക് CCTVയിലൂടെ ഇതിൽ നല്ല വ്യക്തത ഉണ്ട്. നേരിട്ടാണ് നല്ല വ്യക്തത ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇപ്പം കണ്ടോ, നമുക്ക് എല്ലാ ഭാഗവും കാണാം കേട്ടോ. ഓളാവി, ഞാൻ ബാത്റൂം തുറന്നിട്ടോ കേട്ടോ. ഒരു കുപ്പി എവിടെ നിന്ന് സംഘടിപ്പിക്കട്ടെ.